എല്ലാ വന്യരായ കോർപ്പിസ്കോപ്പന്മാര്, വൈദിക ശ്രേഷ്ഠർ, എല്ലാ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യം തന്നെ മലങ്കര സുറിയാനി ജ്ഞാനായ അധിപതിരാസനത്തിൻ്റെ അനുശോചനം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് അവറാച്ചാനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉപ്പൂട്ടി കവലയിലെ ഇടവഴിക്കൽ കുടുംബത്തിലെ അംഗമെന്നുള്ള നിലയിൽ എന്നെ ഈ നിലയ്ക്കൽ എക്യൂമെനിക്കൽ മീറ്റിങ്ങുകളിൽ എപ്പോൾ കണ്ടാലും എന്നോട് പറയും, തിരുവേലി മറ്റ് പ്രത്യേക സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ പോലും ഇടവഴിക്കൽ കുടുംബത്തിലെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തോട് കൂടെയുള്ളവരെ പോലും ആരെ കൂടെ നിൽക്കുമ്പോഴും അത് എടുത്തു പറയുന്നതിൽ ആ വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. ഞാൻ ഒരു ബാലനായിട്ട് തന്നെ ഇവിടെ ഉള്ളപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്നെ എല്ലായ്പ്പോഴും പറഞ്ഞ് ആ ഒരു പ്രത്യേകമായ സ്നേഹബന്ധം കാണുന്ന ഓരോ അവസരത്തിലും ഓർമ്മപ്പെടുത്തുന്നത് എല്ലാം ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിലയ്ക്കൽ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇന്നോവേറ്റബിൾ ആൻഡ് ഇൻഡിസ്പെൻസബിൾ പാർട്ട് എന്നുള്ള നിലയിൽ ഏതൊരു കാര്യം പറയുമ്പോഴും അവറാച്ചായന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെന്ന് എല്ലാ മെത്രാപ്പോലീത്തന്മാരും ഈ കേരള സമൂഹത്തിലെ വ്യത്യസ്ത സഭകളിലെ മെത്രാപ്പോലീത്തന്മാര് ചോദിക്കും. ഒരു ചെറുപുഞ്ചിരിയോടെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയും ചെയ്യും. ഈ അടുത്ത സമയത്ത് നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഓരോ പ്രാവശ്യവും കാണുകയും കേൾക്കുകയും ആ വലിയ സന്തോഷം പങ്കിടുവാനും ഒക്കെയും അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് സമയത്തിന്റെ ചുരുക്കത്താലെ ഒട്ടും ദീർഘിപ്പിക്കാതെ നമ്മുടെയൊക്കെയും അടിസ്ഥാന വിശ്വാസമായ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതായ അനുഗ്രഹീതമായ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു തമ്പുരാൻ പറഞ്ഞു. അത് മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണെങ്കിലും ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള നമ്മുടെ ആ അനുഗ്രഹീതമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരിക്കലായിട്ട് മരണം നമുക്കുണ്ട്, ശാരീരിക മരണം, പിന്നെ ഒരു മരണമില്ല. ഇനിയും മരിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരാചാര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും അതുപോലെ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ അദ്ദേഹം ട്രസ്റ്റി ആയിരിക്കുമ്പോൾ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ ഔദ്യോഗികമായ ഉത്തരവാദിത്വത്തിന്റെ പേരിലും എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്നതെല്ലാം ഓർത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് വ്യക്തിപരമായ പേരിലും ജ്ഞാനായ ആർച്ച് ഡയോസസിന്റെ ജ്ഞാനായ സമുദായത്തെ പ്രതിയുമുള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ദുഃഖാർത്ഥരായ എല്ലാ കുടുംബാംഗങ്ങളോടും ഞങ്ങൾക്കുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും ദൈവത്തെ തൻ്റെ അദൃശ്യമായ തൻ്റെ തൃക്കരങ്ങൾ നീട്ടി ഈ മകനെ നിത്യതയിലേക്ക് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനായിട്ട് അവസരമൊരുക്കി തന്ന നമ്മുടെ പരിശുദ്ധ സഭയുടെ എല്ലാ വന്യരായ വൈദികരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഭവനക്കാരോടും എല്ലാമുള്ള ആ നന്ദി അറിയിച്ചുകൊണ്ടും വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മയൊക്കെ വാഴാകട്ടെ.
കാത്തായി ഭാഗ്യമേ സന്തോഷം സന്തോഷമേ സന്തോഷമേ എൻ ദൈവത്തിനു സ്തോത്രം എൻ ജീവനാം യേശുവേ നീയോ സ്തുതിക്കു പാത്രം യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാതായി ഭാഗ്യമേ സന്തോഷം. തിരുവനന്തപുരം ഭദ്രാസനത്തിനുള്ളതാകുന്ന ആദരസൂചകമായിട്ട് ഭദ്രാസന സെക്രട്ടറി ബേബി തോമസ് അച്ഛൻ ഇപ്പോൾ ശരീരത്തിൽ റീത്ത് സമർപ്പിക്കുന്നതായി. നേരത്തോട്ട് പറയാം വയസ്സ് 80 കഴിഞ്ഞു അവിടെ പേര് സാരി എന്നോട് പറഞ്ഞു അഭിവന്ന ഗബ്രിയേൽ ആയിരിക്കും ഈ ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു.